ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. ഹായ് ഗൈസ്, അപ്പം നമ്മളാണെങ്കിൽ ചെറിയ രീതിയിൽ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ വാപ്പി നമുക്കെന്നാൽ പുറത്ത് പോയി കഴിച്ചാലോ എന്ന് അനുസരിച്ച് ചോദിച്ചപ്പം എന്നാൽ നമുക്ക് ജോയിൻ ചേട്ടനെ വിളിച്ച് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോയിൻ ചേട്ടനും വന്നു. അപ്പോൾ ജോയിൻ ചേട്ടനുമായിട്ട് ഞങ്ങൾ നേരെ പോയത് കമ്മീസിലാണ്. അപ്പോൾ കമ്മീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചെന്നിട്ട് ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കും എന്നുള്ള ഒരു ഇതൊക്കെ വന്നപ്പം എന്നാൽ നമുക്ക് മെട്രോ ഫാമിലി റെസ്റ്റോറൻറ്റിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ മെട്രോ ഫാമിലി റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണെങ്കിൽ കുറേ ചിത്രങ്ങളെല്ലാം വരച്ച് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പം അതെല്ലാം അനുസരിച്ചുകൂട്ടം കണ്ടു. അതായത് നമ്മൾ പഴയ കാലത്തെ നെല്ല് കൊയ്യുന്നതും നെല്ല് വിതയ്ക്കുന്നതും അങ്ങനെ കുറേ ചിത്രങ്ങളെല്ലാം അതിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് കയറി പോവാണ്. അപ്പം ഞങ്ങൾ നേരെ ചെന്നിട്ട് ഇനി ഫാമിലി സെക്ഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ അവിടെ ചെന്ന് അകത്തോട്ട് പോയി കഴിഞ്ഞപ്പം മനസ്സുകൂട്ടം പറഞ്ഞു നമുക്ക് ഇവിടെ ഇരുന്നാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഇരിക്കണ്ട, നമുക്ക് ഇവിടെ ഒരു വിൻഡോ സൈഡുണ്ട്, നമുക്ക് അവിടെ പോയി ഇരിക്കാം. അപ്പം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ കഴിക്കാൻ വന്നേക്കുന്നതാണ്. നമുക്ക് ഗൈസ് ഇനിയാണെങ്കിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് അപ്പോൾ ആൾ വന്നു. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ ഫുഡ് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണെന്നുണ്ടെങ്കിൽ അൻസുക്കൂട്ടനാണെങ്കിലും ഉമ്മയും ആമിയും പുറത്തോട്ടൊക്കെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ പോവാണ്. നമുക്കിഷ്ടമായി. അങ്ങനെ നമ്മളിപ്പം ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നിട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ എവിടെയാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ റെസ്റ്റോറൻറ്റിലാണ്, അതായത് കമ്മീസ് മുഷയത്തിലുള്ള മെട്രോ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇതിന് മുൻപ് വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റോട് കൂടിയുള്ള വെറൈറ്റി ഫുഡുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും അൻസുക്കൂട്ടിന് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി നമ്മൾ വാങ്ങി, അതുപോലെ തന്നെ ആണെങ്കിൽ ചട്ടിച്ചോറും വാങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അൻസുക്കൂട്ടനാണ് ചോറെല്ലാം ഉമ്മി വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അൻസുക്കൂട്ടൻ പറഞ്ഞത് പാപ്പി നമുക്ക് ജ്യൂസും വാങ്ങണമെന്ന്. അങ്ങനെ നമ്മൾ ഒരു ഫ്രഷ് ജ്യൂസും നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. അൻസുവിനോട് നമുക്ക് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. അൻസുക്കൂട്ട എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെ പറയുന്നേ? സൂപ്പർ. ജ്യൂസുമായിട്ട് വന്നപ്പോഴാണ് നമ്മളോട് അവർ ചോദിച്ചു കേട്ടോ പാഴ്സൽ വല്ലതും വേണമെന്ന്. എന്നാൽ നമുക്ക് പാഴ്സലും കൂടെ വാങ്ങിയേക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ 2-3 ഐറ്റം പാഴ്സലും പറഞ്ഞു കേട്ടോ. അപ്പം പാഴ്സൽ വാങ്ങി പോകുമ്പോഴത്തേന് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടുമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് എന്നാൽ ഒരു പായസവും കൂടെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ നിന്ന് കമ്മീസിൽ നിന്ന് തന്നെ പായസം വെക്കാനുള്ള സാധനങ്ങളും കൂടെ വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു റിയാദ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, നമ്മൾ അവിടെ പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ആമിക്കുട്ടി കരച്ചിൽ തുടങ്ങിട്ടോ. അപ്പോൾ ആണെങ്കിൽ ആമിമോടെ കരച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് പുറത്തോട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിലെ കടകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അൻസുക്കൂട്ടൻ ഞങ്ങളോട് വന്ന് നോക്കി നിന്നിട്ട് പറഞ്ഞു അൻസുക്കൂട്ടൻ കാണാവുന്ന കടകളുടെയൊക്കെ പേര് വായിക്കാമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ കാണാൻ പറ്റുന്ന കടകളുടെ പേര് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോന്ന് വായിക്കുമായിരുന്നു കേട്ടോ. മൊബൈൽ ആൻഡ് ബാർബർ ഷോപ്പ്, അജ്വ, പിന്നെ ഓക്കെ അറാഫ, ഇമാൻ, അല്ല ഹാപ്പി സ്വീറ്റ്സ്. ഓക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ സാധനം വാങ്ങിക്കാൻ പോവാ. അപ്പൊ നമുക്ക് പോവാ. അപ്പം നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്തു, നമ്മൾ പാഴ്സലൊക്കെ വാങ്ങി. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം. പക്ഷെ അതിന് മുന്നാണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ ഇവിടെയൊക്കെ വാങ്ങാനുണ്ട്. വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അതും എല്ലാം വാങ്ങിയിട്ട് വേണം നമുക്കിനി നേരെ വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം പായസം കൂടെ ഉണ്ടാക്കണം. അപ്പം നമ്മൾ ഇനി നേരെ പോകുന്നത് റിയാദ് സ്റ്റോറിലാണ്. ഇനി അവിടെ ചെന്നിട്ട് വേണം നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട്. പോകുന്ന വഴിക്കാണെങ്കിൽ അൻസുക്കൂട്ടനാണെങ്കിൽ പ്ലം കേക്ക് വാങ്ങണമെന്ന് പറഞ്ഞിട്ടോ. അപ്പം നമുക്ക് റിയാദ് സ്റ്റോറിൽ പോയിട്ട് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ റിയാദ് സ്റ്റോറിൽ വന്നു. അപ്പോൾ റിയാദ് സ്റ്റോറിൽ അവിടെ പ്ലം കേക്ക് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ അവിടെ നിന്ന് അങ്ങനെ 2 പ്ലം കേക്കും വാങ്ങിട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കപ്പോൾ കേക്കും വാങ്ങി.
അവിടെ ചെക്ക് എവിടെ വെച്ചിട്ടുണ്ടേ കാപ്പി നോക്ക് എവിടെ വെച്ചേക്കോണ്. അൻസുക്കുട്ടൻ പേഴ്സ് ആണെങ്കിൽ ദേ അതിന്റെ പുറത്ത് വെച്ചിരിക്കുന്നു. അവിടെ വെക്കാതെ അവിടെ നിന്ന് എടുത്തേ. അത് കാണാതെ പോവേ, പേഴ്സ് കാണാതെ പോവേ. ഞാൻ പിടിച്ചോണ്ടാ ഇത് പൈസ ഉണ്ടാക്കാൻ ആവശ്യമുണ്ടോ? പൈസ ഉണ്ടാക്കാൻ വാങ്ങാൻ പോവാണ് നമ്മള്. പൈസ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. ഇത് പൈസ ഉണ്ടാക്കാൻ ആവശ്യമുണ്ടോ? പൈസ ഉണ്ടാക്കാൻ ആവശ്യമുണ്ടോ? അപ്പൊ നമുക്ക് എന്തൊക്കെയാ ഇത് പൈസ ഉണ്ടാക്കാൻ ആവശ്യമുണ്ടോ ഗായ്സ്? പൈസ ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ പുറത്തു പോയി കഴിച്ചു. ഉമ്മി പായസം ഉണ്ടാക്കി, അങ്ങനെ മുടിച്ചു. നല്ല സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടം